സന്തോഷത്തിന് കുറവില്ല, അതാ പ്രതീക്ഷിച്ചാണല്ലോ. ഇതിപ്പോൾ പെട്ടിയില്ല, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെയാവും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഞാനീ പോളിംഗ് പ്രതീക്ഷിച്ചാണ്. പോളിംഗ് ഇനിയും കൂടണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. ഇവിടെ 5 കൊല്ലം MLA ഒരു മനുഷ്യൻ എന്നുള്ളതിൽ എനിക്കുള്ള ആഗ്രഹം. കുറച്ചുകൂടി പോളിംഗ് കൂടണമായിരുന്നു. 2021 നല്ല പോളിംഗ് ഉണ്ടായിരുന്ന മണ്ഡലമാണ്. 2026 SIR നിങ്ങൾക്കൊക്കെ അറിയാം, പട്ടിക ക്ലീനാക്കി, സ്വാഭാവികമായിട്ടും പേഴ്സൻറ്റേജ് വർദ്ധിക്കും. അപ്പോൾ ആ ഒരു വർധനവ് ഇതിൽ കാണാനുണ്ട്. കുറച്ചുകൂടി 1-2% കൂടി പോളിംഗ് കൂടണമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ്. 100% പോളിംഗ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. 100% പേരും ഇവിടെ വോട്ട് ചെയ്താൽ അതിനനുസരിച്ച് ഗുണം കിട്ടും എന്ന് കരുതുന്നയാളാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. 2021 ബേപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് സർവകാല റെക്കോർഡായിരുന്നു 82,000. ആ റെക്കോർഡ് മറികടക്കും. 82,000 എന്ന ആ റെക്കോർഡ് മറികടന്ന് മികച്ച വിജയം LDFന് ബേപ്പൂരിലുണ്ടാകും. ചരിത്ര ഭൂരിപക്ഷമുണ്ടാകും. അല്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിൽ നിങ്ങൾ ചിലർ എഴുതിയ കണ്ടു 82,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. എന്ത് വിവരക്കേടാ പറയുന്നതെന്നൊക്കെ. അപ്പോൾ സ്റ്റഡി ചെയ്ത് പറയണം. ഞാൻ പറഞ്ഞത് 82,000 എന്ന വോട്ടിനെ, സർവകാല റെക്കോർഡ് വോട്ടിനെ മറികടക്കും എന്നുള്ളതാണ്. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞത് എന്ത് വിവരക്കേടാന്നൊക്കെ പറഞ്ഞു. വിവരക്കേട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ ഡോക്യുമെന്റഡ് ആണ്. 82,000+ വോട്ട് നേടി സ്റ്റേറ്റിൽ LDF മികച്ച വിജയമുണ്ടാകും. LDFന് മികച്ച പ്രതിപക്ഷ നേതാവിന് പിന്നെ അങ്ങനല്ലേ പറയാൻ പറ്റൂ. വോട്ട് പെട്ടിയിലാക്കിയ ശേഷം, കേരളത്തിൽ വോട്ട് പെട്ടിയിലാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ തോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ വോട്ട് പെട്ടിയിലാവുന്നതിന് മുമ്പ് അതിന് ശേഷം അങ്ങനെ പറയാൻ പറ്റും. നമ്മളിപ്പോൾ അതിൽ വെറുതെ ഇനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് പെട്ടിയിലുള്ള വോട്ടല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ പത്രസമ്മേളനത്തിൻ്റെ എണ്ണം നോക്കിയാൽ വോട്ടിൽ മാറ്റമൊന്നും വരില്ല. LDFൻ്റെ പത്രസമ്മേളനം ഒരു 150 എണ്ണം നടന്ന്, UDFൻ്റെ ഒരു 130 എണ്ണം നടന്നില്ല, 20 എണ്ണം അധികമാണ്. അപ്പോൾ LDFന് കുറച്ചധികം വോട്ട്. അല്ല, തിരിച്ച് UDFൻ്റെ ഒരു 200 പത്രസമ്മേളനത്തിൽ വിവിധ ആളുകൾ പറഞ്ഞ് അതുകൊണ്ടൊന്നും ഇപ്പോൾ വോട്ട് മാറില്ലല്ലോ, വോട്ട് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. നമുക്ക് മെയ് 4 വരെ കാത്തു നിൽക്കാം. ഈ പറഞ്ഞതാണ് ശരി. ഇവിടെ 5 കൊല്ലം MLA എന്നുള്ള നിലയിൽ നടത്തിയ വികസന പ്രവർത്തനവും ജനങ്ങൾക്കൊപ്പം നിന്നതും വോട്ടായി മാറും. അത് 100% ഉറച്ച കാര്യമാണ്. ഞാൻ ഇന്നലെ 215 ബൂത്തുകളിൽ 153 ബൂത്തുകളിൽ നേരിട്ട് പോയ വ്യക്തിയാണ്. അത് വെച്ച് തന്നെ ഞാൻ പറയുന്നത്, ഒരു സംശയം ആർക്കും വേണ്ടതില്ല. പിന്നെ ഇനി എതിർ സ്ഥാനാർത്ഥി ഇങ്ങനെ പറഞ്ഞു, മറ്റേ ഇങ്ങനെ പറഞ്ഞു, എതിർ സ്ഥാനാർത്ഥി ഇങ്ങനെ ആഞ്ഞടിച്ചു എന്ന് ചോദിച്ചാൽ ആരും എൻ്റെ അടുത്ത് ചോദിക്കാൻ വരരുത്. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല. അങ്ങനെ ഒരു വ്യക്തിപരമായ ശത്രുത ഞാൻ ഒരാളോടും വെച്ച് പുലർത്തിയിട്ടില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലോടും വ്യക്തിപരമായ ശത്രുത വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആശയപരമായ സംവാദം. അപ്പോൾ ഇനി എതിർ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞാലും അതിന് മറുപടി ചോദിച്ച് നിങ്ങൾ വെറുതെ ദയവ് ഇതിൻ്റെ അടുത്ത് വരണ്ട. ഞാൻ അങ്ങനെ കാണുന്നില്ല, അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹം ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർ അവർ നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് വോട്ട് എണ്ണീറ്റ് പറയാമല്ലോ. വോട്ട് എണ്ണീറ്റ് പറയാം. നേറ്റിവിറ്റി കാർഡ്, അതുപോലെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കിയത് ഒക്കെ പൊതുവെ മതനിരപേക്ഷ വോട്ടർമാരിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമാണ് എന്നാണ് പൊതുവെ കരുതാൻ സാധിക്കുന്നത്. അല്ല, LDF സർക്കാർ തീർച്ചയായും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ ഈ 10 കൊല്ലം എപ്പോഴെങ്കിലും 10 കൊല്ലം 2016 മുതൽ എപ്പോഴെങ്കിലും എൻ്റെ പല ബൈറ്റുകളെടുത്താണ് ഞാൻ എങ്ങനെയാണ് അതിനെ അഭിസംബോധന ചെയ്തതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കും.